ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചായയുടെ റെസിപ്പിയാണ്. എന്താണ് ഒരു ചായ സ്പെഷ്യൽ എന്നല്ലേ? നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കശുവണ്ടി വെച്ചിട്ടാണ് ഇന്ന് ചായ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പണ്ട് കാലത്തൊക്കെ എല്ലാവരും ചെയ്തിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ അങ്ങനെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എനിക്ക് അച്ഛൻ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. എന്തായാലും നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കൈക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു കവറോ ഗ്ലൗസോ എന്ത് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ഒരു കവറാണ് എടുത്തിട്ടുള്ളത്, പ്ലാസ്റ്റിക്കിൻ്റെ. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ നടുകെ കീറിയിട്ടെടുക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതിൻ്റെ പരിപ്പ്. അങ്ങനെ നമ്മൾ ഇത് മുഴുവനായും തോട് കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു തുണിയോ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലുള്ള തോട് പോക്കിയെടുക്കാം. പിന്നെ ഇതിൻ്റെ കറയൊക്കെ ഒന്ന് തുടച്ചിട്ടെടുക്കാം. ഇത് മുഴുവൻ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കഴുകിയിട്ട് ഇത് അരച്ചെടുക്കാം. എന്നിട്ടാണ് ഇതിൻ്റെ പാലെടുക്കുന്നത്. നമ്മളങ്ങനെ കാഷ്യൂ അരച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചായ റെഡിയാക്കാം. ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കാഷ്യൂവിൻ്റെ പാല് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് പാല് വാർന്ന ചായയുടെ അതേ ടെക്സ്ചറാണുള്ളത്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന് ടേസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ ശരിക്കും പാൽ ചായ കുടിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. എന്തായാലും നമുക്കിനി അത് പാല് കിട്ടിയില്ലെങ്കിലും ഒരു ഹെൽത്തി ആയ പാൽ ചായ കുടിക്കാം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ നമുക്കൊരു നമ്മുടെ തലമുറകൾ ചെയ്തു വന്ന കാര്യമാണ്. നമുക്കും അതൊന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ ബെനിഫിറ്റും കൂടി നമുക്ക് ലഭിക്കുമല്ലോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.